ദിവസങ്ങൾ നീണ്ട ധർമ്മ സന്ദേശ യാത്രയ്ക്ക് ഇന്ന് അനന്തപുരിയുടെ മണ്ണിൽ സമാപനമാവുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി കൂടിയായ സ്വാമി ചിദാനന്ദപുരി ചേരുന്നുണ്ട്. സ്വാമി, ഹൈന്ദവ ആശയങ്ങൾക്ക്, ഹൈന്ദവ മൂല്യങ്ങൾക്ക് ഇപ്പോൾ വലിയ ഒരു വക്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ധർമ്മ സന്ദേശ യാത്ര നടത്തുന്നത്. അത് എങ്ങനെയാണ് ഈ യുവാക്കളിലേക്ക് ഹൈന്ദവ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിലുള്ള പങ്ക് എത്രത്തോളം? ഇവിടെ വക്രീകരണം എന്നൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടി ഭാരതീയ ശാസ്ത്രങ്ങളിലേക്കും ആചാര്യവാണികളിലേക്കും കാതോർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവൻ, വിശേഷ ഒരു രാജ്യത്തിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല. യോഗം, വേദാന്തം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ തന്നെ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് വളരെ വിപരീതമായൊരു വിഗതിയാണ് ഹൈന്ദവ വിഷയത്തിലായാലും മറ്റ് ഏത് വിഷയത്തിലായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മക്കൾ മയക്കുമരുന്നിന് അടിമയാവുന്നു, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മറ്റ് വഴിതെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ കുടുംബങ്ങൾ ഛിദ്രമാകുന്നു എന്നൊക്കെ പരാതി പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല. അതിന് പകരം പ്രായോഗികമായ ജീവിത സന്ദേശം നൽകിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ധർമ്മ സന്ദേശയാത്ര നടത്തിയിട്ടുള്ളത്. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ദിവസവും നേതൃസമ്മേളനം എന്നൊന്നുണ്ട്. അതിലൂടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരുടെ യുവസംഘടനകളുണ്ടാവും. അതുപോലെ അവർക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് കരുത്തിൻ്റെ, സാമ്പത്തിക ഭദ്രത അനിവാര്യമാണെന്നുള്ളതിൻ്റെയൊക്കെ സന്ദേശം നൽകുക. പിന്നെ വൈകുന്നേരം പൊതുസമ്മേളനങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് സംബന്ധിക്കുന്നത്. അവരിലേക്ക് ധർമ്മത്തിൻ്റെ, കരുത്തിൻ്റെ സന്ദേശം പകർന്നു നൽകുക. സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങളും ആശയങ്ങളും മറ്റെന്തെല്ലാം രീതിയിൽ നമുക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും? അതിന് നിരന്തരമായ പരിശ്രമം കേരളത്തിൽ ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരിമാരും സന്യാസിമാരും ഒക്കെയായ ആചാര്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. എത്രയോ ആശ്രമങ്ങൾ ഒരു നിമിഷം വിശ്രമമില്ലാതെ സമാജത്തിൽ ഒരു വേദാന്ത പ്രചരണം ചെയ്യുന്നവരുണ്ട്, യോഗാസനം പഠിപ്പിക്കുന്നവരുണ്ട്, പൂജ അർച്ചന തുടങ്ങിയവ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര സേവാപ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളായിട്ടും ആതുര സേവാ കേന്ദ്രങ്ങളായിട്ടും നടത്തുന്നവരുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളുടെ വലിയൊരു ജാഗരണമുണ്ട്. പക്ഷേ ഈ ധർമ്മ സന്ദേശ യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് വന്നു എന്നുള്ള വിശേഷമേ ഉള്ളൂ. പുതുതായിട്ടൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ച് ചേർന്നു, എല്ലാ ആശ്രമങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഈ ഹിന്ദു ആചാരങ്ങളെ പറ്റി വലിയൊരു അജ്ഞത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അജ്ഞതകൾ നമുക്ക് എങ്ങനെയാണ് നീക്കാൻ സാധിക്കും? അജ്ഞത എന്നുള്ളത്, നമ്മൾ ഇരുട്ടിനെ എത്ര കുറ്റം പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അവിടെ വെളിച്ചം കൊണ്ടുവന്ന് വെക്കുക മാത്രമേ പരിഹാരമുള്ളൂ. അതുകൊണ്ട് അജ്ഞത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ശാസ്ത്ര പ്രചരണവും ശുദ്ധമായ ആചാരവ്യവസ്ഥ എങ്ങനെയാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതിനുള്ള പ്രോത്സാഹനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അവരുമായി സഹകരിക്കുക. അതാണ് സന്യാസിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. അതുതന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഇന്ന് ഈ ധർമ്മ സന്ദേശയാത്ര തിരുവനന്തപുരത്തെ ഗാന്ധി പാർക്കിൽ സമാപിക്കും. ക്യാമറമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.